ഫസ്റ്റ് നമ്മൾ ബെല്ലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മാജിക് റിങ്ങിൽ 6 സിംഗിൾ ക്രോഷേ ചെയ്യുക. ഞാനിവിടെ ആദ്യം ഒരു ചെയിൻ 1 കൊടുത്തതിന് ശേഷമാണ് 6 സിംഗിൾ ക്രോഷേ മാജിക് റിങ്ങിൽ ചെയ്യുന്നത്. ഓരോ റൗണ്ടിൻ്റെ തുടക്കത്തിലും ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്ക് ആഡ് ചെയ്യുന്നത് നമ്മളുടെ വർക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആറ് സിംഗിൾ ക്രോഷയ്ക്ക് ശേഷം യാൺ അഡ്ജസ്റ്റ് ചെയ്ത് അതൊരു റിങ്ങിൻ്റെ രൂപത്തിലേക്ക് ആക്കി മാറ്റുക. സെക്കൻഡ് റൗണ്ടിൽ 6 സിംഗിൾ ക്രോഷയും ഇൻക്രീസ് ചെയ്യുക. 12 സ്റ്റിച്ച് വീതം കിട്ടും. മുകളിലത്തെ സ്ക്രീൻഷോട്ടിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റിച്ചസിൻ്റെ എണ്ണമാണ്. നിങ്ങൾ ഓരോ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും സ്റ്റിച്ചസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. തേർഡ് റൗണ്ടിൽ സ്റ്റിച്ച് വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. അങ്ങനെ ആ റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യുക. 18 സ്റ്റിച്ചസ് ആയിരിക്കും ലാസ്റ്റ് വരുന്നത്. ഫോർത്ത് റൗണ്ടിൽ ആദ്യത്തെ 2 സ്റ്റിച്ചുകളിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം കൊടുക്കുക. അതായത് ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ. അടുത്ത മൂന്നാമത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ഇൻക്രീസ് കൊടുക്കുക. ഇങ്ങനെ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. 24 സ്റ്റിച്ചസ് ആയിരിക്കും ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഫിഫ്ത്ത് റൗണ്ട് ആകുമ്പോഴത്തേക്കും പ്രീവിയസ് റൗണ്ടിനെക്കാട്ടിലും ഒരു സിംഗിൾ ക്രോഷേ കൂടുതൽ വരും. അതായത് ഫോർത്ത് റൗണ്ടിൽ 2 സിംഗിൾ ക്രോഷയും ഒരു ഇൻക്രീസുമാണ് ചെയ്തതെങ്കിൽ ഫിഫ്ത്ത് റൗണ്ടിൽ 3 സിംഗിൾ ക്രോഷയും അടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ഇൻക്രീസുമാണ് വരുന്നത്. അങ്ങനെ സെയിം സ്റ്റിച്ച് റിപ്പീറ്റ് ചെയ്യുക.
സിക്സ്ത് റൗണ്ടിലും സെവൻത്ത് റൗണ്ടിലും സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്യുക. ഈ 2 റൗണ്ട് കഴിയുമ്പോഴേക്കും ഒരു കുഞ്ഞി കുടത്തിൻ്റെ ഷേപ്പിലായിരിക്കും നിങ്ങളുടെ ആ ഒരു പ്രൊജക്റ്റ് ഉണ്ടായി വരുന്നത്. എട്ടാമത്തെ റൗണ്ടിൽ 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസും ചെയ്യുക. 36 സ്റ്റിച്ചസ് ആണ് നിങ്ങൾക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ കിട്ടുന്നത്. ഒൻപത് തൊട്ട് 14 വരെയുള്ള റൗണ്ടുകളിൽ സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്യുക. 36 സ്റ്റിച്ചസ് നിങ്ങൾക്ക് കിട്ടും. റൗണ്ട് 15-ൽ 5 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതിനുശേഷം സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുക. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുന്നത് വരെ ഈ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. 42 സ്റ്റിച്ചസ് ആണ് ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. റൗണ്ട് 16 തൊട്ട് 19 വരെ സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്യുക. 4 റൗണ്ടും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇരുപതാമത്തെ റൗണ്ടിൽ ക്രാപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ക്രാപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാനിതിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ക്രാപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം മണിയുടെ, അതായത് ബെല്ലി, നമ്മൾ ചെയ്യുന്ന ബെല്ലിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് പോലെ നിങ്ങൾക്ക് അതിൽ ഈ ക്രാപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിലൂടെ ചെയ്യാനായിട്ട് പറ്റും. ക്രാപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ലൊരു ഷേപ്പിൽ, കറക്റ്റ് മണിയുടെ അതേ ഷേപ്പിൽ നിങ്ങൾക്കിത് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറീസിൻ്റെ സ്റ്റിച്ചാണ്. ഫസ്റ്റ് റൗണ്ടിൽ 6 സിംഗിൾ ക്രോഷ്യ ഒരു മാജിക് റിങ്ങിൽ ചെയ്യുക. സെക്കൻഡ് റൗണ്ടിൽ ആ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുക. 12 സ്റ്റിച്ച് കിട്ടും ടോട്ടൽ.
റൗണ്ട് 3 തൊട്ട് 6 വരെ 4 റൗണ്ട് വരുന്നുണ്ട്. അവിടെ സിംഗിൾ ക്രോഷേ ചെയ്യുക. 12 സിംഗിൾ ക്രോഷേ വീതമാണ് ഓരോ റൗണ്ടിലും കംപ്ലീറ്റ് ആകുമ്പോഴേക്കും വരിക. അതിനുശേഷം അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫൈബർ ഫില്ല് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് റൗണ്ടിൽ നമ്മുടെ PDF പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരു നീഡിൽ ഉപയോഗിച്ച് ആ ഹോൾ ടൈറ്റൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് സിംഗിൾ ക്രോഷേ ഡിക്രീസ് ആണ്. ഇത് 2 റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കിനും ആ ഒരു ചെറിയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ലീഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് PDF പറഞ്ഞതുപോലെ അല്ലാതെ ഞാൻ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഞാൻ 15 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. പിന്നെ 13ാമത്തെ സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ആ സിംഗിൾ ക്രോഷയിൽ നിന്ന് ഒരു ചെയിൻ 3 ചെയ്തു. ആ ചെയിൻ 3യിൽ നിന്ന് ആ ചെയിൻ 3യുടെ സെക്കൻഡ് ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. അതിനുശേഷം 12th സ്റ്റിച്ചിലേക്ക് ഞാൻ വീണ്ടും സിംഗിൾ ക്രോഷേ ചെയ്തു. ആ 12th സ്റ്റിച്ചിൽ നിന്നും വീണ്ടും ചെയിൻ 3 ചെയ്തു. ആ ചെയിൻ 3യിലെ സെക്കൻഡ് ചെയിനിൽ നിന്നും ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇങ്ങനെ ആ പ്രോസസ്സ് ലാസ്റ്റ് വരെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ചെയിൻ ഫ്ലിപ്പ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലും ഇതേ മോഡൽ ചെയ്തു. അങ്ങനെ ആയപ്പോഴത്തേക്കിനും ആ ലീഫ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഡെക്കോർ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൂപ്പാണ്. ഈ ലൂപ്പിലാണ് ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരു 15 മുതൽ നിങ്ങൾക്ക് താല്പര്യമുള്ള അത്രയും നമ്പർ വരെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 3 റൗണ്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, ഫ്ലിപ്പ് ചെയ്തിട്ട്. ഈ ലൂപ്പിലാണ് നമ്മൾ ഈ ഡെക്കോർ ഹാങ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സാധനത്തിലും, അതായത് ലീഫിലും ചെറീസിലും ബെല്ലിലും നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ കുറച്ച് യാൺ ഉണ്ടാവുമല്ലോ. എല്ലാത്തിലും ഓരോ യാൺ കുറച്ച് നീട്ടിയിടുക. ഇനി നമ്മൾ ചെയ്തിട്ടുള്ള ചെറീസും ബെല്ലും ലീഫും ഒക്കെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ അസംബിൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെയാണോ അവിടെ കൊണ്ട് ഹാങ് ചെയ്ത് വെക്കുക.